ഇപ്പോഴ് ഏതാണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ റിസൾട്ട് വരാൻ പോവാണ്. ഇതായാലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്, അവിടെ കോൺഗ്രസിനെ പറ്റി പറയേണ്ടിയില്ലല്ലോ, വട്ടപ്പൂച്ചിയാണ്. തോറ്റു എന്ന് പറയുന്നത് കാര്യമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ്, വട്ടപ്പൂച്ചിയാണ്. അതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം അങ്ങനെയാണ്. 3 പ്രാവശ്യമായി പൂജ്യം. അവിടെ BJP അധികാരത്തിൽ വരുന്നതാണ് സ്ഥിതി. ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ തലസ്ഥാന പട്ടണം ഉൾക്കൊള്ളുന്ന ആ ഡൽഹിയിൽ BJPയെ അധികാരത്തിൽ എത്തിച്ചതാരാണ്? നിങ്ങൾക്ക് പറയാം ആരാ? ഒരേ ഒരാളാണ്. അതാരാ? കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ഏതാണ്ട് കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ ശതമാനം മാധ്യമങ്ങൾ പറഞ്ഞ 6%. 6%. AIPക്ക് 43.11% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50% വോട്ട് BJP വിരുദ്ധ വോട്ട് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് മുമ്പ് മത്സരിച്ചവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 0 സീറ്റ് കോൺഗ്രസിനും 24 സീറ്റ് AIPക്കും ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ കോൺഗ്രസിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്ന കോൺഗ്രസിൻ്റെ തന്നെ നിലപാട് ഒരു ഭാഗത്ത്, അതുവഴി BJPക്ക് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, AIPയെ തോൽപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു എന്നുള്ളത് കൊണ്ടാണ് BJP ജയിച്ചത്. BJP ജയിച്ചതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്നർത്ഥം. കോൺഗ്രസും AIPയും കൂടി ചേർന്നിരുന്നുവെങ്കിൽ ഏതാണ്ട് 50% വോട്ടായി തൂത്തുവാരി ജയിക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം തന്നെ പറയുക, കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും സംസ്ഥാനത്ത് അത് BJPക്ക് അടിയറ വെക്കാൻ നൽകിയ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ഉൾപ്പെടെ ആർക്കെതിരായിട്ടാണ് അതിശക്തിയായിട്ടുള്ള വിമർശനം അവിടെ ഉന്നയിച്ചത്? ആ ഉന്നയിച്ചത് മുഴുവൻ നിങ്ങൾക്കറിയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ AIPക്കെതിരായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്തി വിശാലമായ ഒരു BJP വിരുദ്ധ മുന്നണിക്ക് രൂപം കൊടുക്കുന്നതിന് പകരം ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുക. എവിടെ ജയിക്കാനാ? ഒന്നുകിൽ പാരമ്പര്യമായിട്ട് എപ്പോഴൊന്നും ജയിക്കണം. 100% തോക്കുന്ന സംസ്ഥാനത്ത് പോലും ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി വലിയ നഷ്ടമാണ് ഇന്ത്യ ബ്ലോക്കിന് മൊത്തം, BJP വിരുദ്ധ പ്രസ്ഥാനത്തിന് പൊതുവെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അത് കോൺഗ്രസിൻ്റെ ഈ നിലപാടാണ്. ഈ കോൺഗ്രസ് നിലപാട് എപ്പോഴും വലിയേട്ടൻ മനോഭാവത്തോടെ ഞങ്ങൾ പണ്ട് ഭരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് മത്സരിക്കാൻ പുറപ്പെട്ടാൽ ഇത്തരത്തിലുള്ള ഹരിയാനയിലും അത് തന്നെയാണ് ഉണ്ടായത്, ഇപ്പോൾ ഡൽഹിയിലും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചെലവിലാണ് ഡൽഹി സംസ്ഥാനം ഇപ്പോഴും BJPക്ക് ഭരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ കാര്യവും ശരിയാണ് എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് BJPയെ പരാജയപ്പെടുത്താനുള്ള മണ്ഡലങ്ങളും പാർട്ടികളും കൂട്ടായ്മയും സൃഷ്ടിക്കണം എന്ന നിലപാട് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് BJPയെ തോൽപ്പിക്കാമെന്ന ഒരു മനസ്സ് ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായത്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. 2% വോട്ട് കൂടി കിട്ടുകയും 38 സീറ്റ് കൂടി അധികം നേടുകയും ചെയ്താൽ ചിത്രം മാറുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഫലപ്രദമായ രീതിയിൽ ഈ കാര്യം ഇന്ത്യയിലുടനീളം കൈകാര്യം ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2% സീറ്റ് വോട്ടും അതുപോലെ 38 സീറ്റും നമുക്ക് ഇന്ത്യ ബ്ലോക്കിന് നഷ്ടമായത്. അതിനുശേഷം എന്താ ഇപ്പോൾ സ്ഥിതി? അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പ്, ഹരിയാന തിരഞ്ഞെടുപ്പ്, അതായിരുന്നു കോൺഗ്രസ് വമ്പിച്ച രീതിയിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച തിരഞ്ഞെടുപ്പ്. പക്ഷേ അവിടെ SP ഉൾപ്പെടെ AIP ഉൾപ്പെടെ ആരുമായിട്ടും ഞങ്ങൾക്ക് കൂട്ടില്ല, ഞങ്ങൾ വലിയേട്ടന്മാരാണ്, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് BJPക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പം നടന്ന ഞാൻ പറഞ്ഞത് ഹരിയാനയുടെ ചിത്രം അതാണ്. മഹാരാഷ്ട്ര അതുപോലെ തന്നെയാണ്. വിശാലമായ ഐക്യം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല. ജമ്മു ആൻഡ് കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ഒമർ അബ്ദുള്ള പറഞ്ഞത് 29 സീറ്റ്, ജമ്മുവിൽ പ്രത്യേകിച്ച് 29 സീറ്റ് കോൺഗ്രസ് നേടിയെന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ വേണ്ടി വാശി പിടിച്ച് വാങ്ങി 29 എന്നിട്ട് ജയിച്ചെത്രയാ?
അറിയോ എത്ര ജയിച്ചു? നിങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിൽ 29 സീറ്റ് നിർബന്ധിച്ച് വാങ്ങിയിട്ട് ജയിച്ച സീറ്റിൻ്റെ എണ്ണം പറ. 29 സീറ്റ്, ഒരു സീറ്റ് ജയിച്ചേ. അതാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്, കോൺഗ്രസുമായി ചേർന്നില്ലായിരുന്നുവെങ്കിൽ, അത് വളരെ പ്രധാനമാണ്, ചേർന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് 2/3 ഭാഗം ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്നാണ്. അപ്പോൾ 2/3 ഭാഗം ഭൂരിപക്ഷം കിട്ടാതിരുന്നത് കോൺഗ്രസിന് ഇത്രയും സീറ്റ് 29 സീറ്റ് വിട്ടുകൊടുത്തു, 28 തോറ്റു. കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണത് വ്യക്തമാക്കുന്നത്. അപ്പോൾ വാശി പിടിച്ച് വാങ്ങിയിട്ട് തോൽക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്.